ഫ്ലവർ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലേ? ഈ ഫ്ലവറിന്റെ സ്ട്രക്ചർ എന്താണ്, അതിനകത്ത് എന്തൊക്കെയുണ്ട്, അതിന്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ എന്താണ്, ഇതിനകത്ത് എങ്ങനെയാണ് മെയിൽ ഗാമീറ്റ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാകുന്നത്, ഈ ഗാമീറ്റുകൾ എങ്ങനെയാണ് കൂടിച്ചേരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്കറിയാം, ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ഇറ്റ് ഹാസ് 4 വാൾസ് അല്ലേ? എത്ര വാളുകൾ ഉണ്ടാവും? 4 വാൾ ലെയേഴ്സ് ആണുള്ളത്. ഏതാണ്? ഒന്നാമത്തത് കാലിക്സ്. ഓക്കെ, സോ രണ്ടാമത്തെ ഏതാണ്? കൊറോള. മൂന്നാമത്തതാണ് ആൻഡ്രീഷ്യം. ഓക്കെ, ആൻഡ്രീഷ്യം is the third layer and the fourth one is gynoecium. ഓക്കെ, സോ ഇതിൽ കാലിക്സിനെയും കൊറോളയും കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കാലിക്സും കൊറോള എന്താണ്? ശരിക്കും അക്സസറി വാൾസ് ആണ് കേട്ടോ, അക്സസറി വാൾസ് എന്നറിയപ്പെടുന്നു. whereas the andrecium and gynoecium is called reproductive walls എന്ന് പറയും അല്ലേ? ഇനി കാലിക്സ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? സെപ്പൽസ്. കാലിക്സ് കൺസിസ്റ്റ് ഓഫ് സെപ്പൽസ്, കൊറോള കൺസിസ്റ്റ് ഓഫ് പെറ്റൽസ്, ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻസ്, ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് കാർപ്പൽസ്. ഇതൊക്കെയും നമുക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട് അല്ലേ? സോ ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിച്ച കാര്യമാണ് അല്ലേ? അപ്പോൾ കാലിക്സ് കൺസിസ്റ്റ് ഓഫ് സെപ്പൽസ്, കൊറോള കൺസിസ്റ്റ് ഓഫ് പെറ്റൽസ്, andrecium consists of stamens, and this is the male reproductive part, and the female reproductive part is the gynoecium, which consists of carpel or pistil അല്ലേ? സോ ഈ ഡയഗ്രത്തിലെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമുക്ക് അല്ലേ? സോ നോക്കിക്കേ, ഇതാണ് കണ്ടോ, ഇതാണ് സ്റ്റിഗ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻ. ഓർമ്മയുണ്ടല്ലേ? ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻ അല്ലേ? സോ സ്റ്റേമൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ, എന്താണ് ഈ പറയുന്ന ഫിലമെന്റും ആന്തറും കൂടെ ചേർന്ന ഈ ഒരു സ്ട്രക്ചർ ആണ് അല്ലേ? സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റേമൻ എന്ന് വിളിക്കുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റേമൻ എന്ന് വിളിച്ചു അല്ലേ? സോ ഈ സെൻട്രലി കാണുന്ന പോർഷൻ ആണ് ഏത്? ആൻഡ് ദിസ് വൺ ഈസ് ദി എന്താണ്, നമ്മുടെ ഗൈനീഷ്യം എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലേ? സോ അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം അല്ലെ, കാലിക്സ്, കൊറോള ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ ഒരു പോർഷൻ ഉണ്ട് കണ്ടോ, റിസപ്റ്റക്കിൾ അല്ലെങ്കിൽ തലാമസ് എന്ന് പറയും. എന്താണ് റിസപ്റ്റക്കിൾ അല്ലെങ്കിൽ തലാമസ്? ഒരു ഫ്ലവർ എറൈസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഈ തലാമസിൽ നിന്നാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇറ്റ് എറൈസസ് ഫ്രം ദി തലാമസ് അല്ലേ? സോ ഒരു ഫ്ലവറിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? റിസപ്റ്റക്കിൾ അല്ലെങ്കിൽ തലാമസ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ 4 വാൾസ് ആണുള്ളത്. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. കാലിക്സും കൊറോളയും വിളിക്കുന്ന പേരാണ് ആക്സസറി ഓർഗൻസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വാൾസ് എന്ന് വിളിക്കുന്നു. ആൻഡ്രീഷ്യം, ഗൈനീഷ്യം റീപ്രൊഡക്റ്റീവ് വാൾസ് ആണ്. അതിൽ കാലിക്സ് കൺസിസ്റ്റ് ഓഫ് സെപ്പൽസ്, കൊറോള കൺസിസ്റ്റ് ഓഫ് പെറ്റൽസ്, ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് ഏതാണ്? സ്റ്റേമൻ, ആൻഡ് ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് കാർപ്പൽ ഓർ പിസ്റ്റിൽ. ഓക്കെ.